വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ആരും അനങ്ങി പോകരുത്. കൈകൾ മേലോട്ടുയർത്ത് താക്കോലിടെ വേഗം. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Now you all are under. തോക്ക് താഴെയിടൂ. Hey, you. എന്റെ അമ്മോ. പോട്ടുമാമനും പത്തിലിമാമനും വന്നു. മോട്ടു നീ എന്തായി ചെയ്യുന്ന വിടൂ പ്ലീസ്. മോട്ടു എന്തായി ചെയ്യുന്ന വിട്ടേക്ക പ്ലീസ്. വിട്ടേക്ക. സോറി, ഞാനൊരു സ്വപ്നം കണ്ടതാ. കുറെ ഗുണ്ടകളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തല്ലുകൂടുന്നത് പോലെ. ഇന്ന് മാർഷൽ ആർട്സിന്റെ ചാമ്പ്യൻഷിപ്പ് ആണ്. നിനക്ക് അടിക്കണമെങ്കിൽ അവിടെ പോയി അടിക്ക്. അല്ലാതെ എന്തിനാ എന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റുന്നേ? അതെ മോട്ടുപട്ലു, നിങ്ങളെന്തത്ര വഴുകിയത്? ഫൈറ്റ് ഇപ്പൊ തുടങ്ങാറായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ടൈഗർ ചാൻ ലോകമെമ്പാടും സഞ്ചരിച്ച് മറ്റുള്ളവരോട് തന്നെ മാർഷൽ ആർട്ടിൽ തോൽപ്പിക്കാൻ ചാലഞ്ച് ചെയ്യുകയാണ്. ഇന്ന് വരെ ആരും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ടൈഗർ ചാൻ ഫുർഫുറി നഗറിൽ ചാലഞ്ചുമായി എത്തിയിരിക്കുകയാണ്. ഈ ചാലഞ്ചുമായി വരികയാണ് ഫുർഫുറി നഗറിന്റെ ബോക്സർ. നമുക്ക് വരവേൽക്കാം ടൈഗർ ചാൻ.
നഗർവാസികളെ, ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ഒരു ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയിരിക്കും, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഞാനല്ല പറയുന്നതെന്ന്, ജനങ്ങളാണ് പറയുന്നത്. ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. അസംഭവ്യം. ആർക്കെങ്കിലും എന്നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ? ഈ ഫുർഫുറി നഗറിൽ ചങ്കുറ്റുള്ളവന്മാർ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിളിക്ക്, ടൈഗർ 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 ടൈഗർ. പൊളിച്ചെടുത്തല്ല. ടൈഗർ 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 ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ, എനിക്ക് കേൾക്കുന്നേയില്ല. ഇനിയും ഉറക്കെ. ഈ ഫുൾഫുറി നഗറിന് ഒരു ധൈര്യശാലി പോലും ഇല്ലേ? എല്ലാം പേടിത്തൊണ്ടന്മാരാണോ? അതുകൊണ്ട് ഞാനിനി ഇവിടുന്ന് പോകുന്നത് വരെ എല്ലാവരും താഴത്തോട്ട് നോക്കി നിൽക്കണം, അതായത് തല കുനിച്ചു നിൽക്കണം. ഇനി അഥവാ ആരെങ്കിലും തല ഉയർത്തിയാൽ, എന്നെ നോക്കിയാൽ, അവരെന്നോട് ഏറ്റുമുട്ടേണ്ടി വരും. ഞങ്ങളുടെ ഈ ഫുർഫുറി നഗരെ കുറിച്ചും ഇവിടത്തെ ജനങ്ങളെ കുറിച്ചും ഇത്രയധികം അപമാനിക്കാൻ നിനക്ക് ആരധികാരം തന്നെ? മോട്ടു പത്ലു, നീ ഒന്ന് നിർത്ത്. ഇവൻ അധികം താമസിക്കാതെ മനസ്സിലാകും. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ടൈഗർ ചാൻ, ഈ ഫുർഫുറെ നഗരത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഫുർഫുറെ നഗരത്തിന്റെ ശക്തി എന്താണെന്ന് കാണണമല്ലേ? നിനക്ക് ഞാനെന്ന് കാണിച്ചു തരാം. എന്റെ ചിങ്കം സാറെ അങ്ങനെയൊന്നും പറയരുത്. നോ 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 പത്ലു, നീ എന്നെ തടയരുത്. ഇന്ന് ഈ ചാനിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ ഫുർഫുറെ നഗരത്തിൽ ധൈര്യശാലികൾക്ക് ഒട്ടും കുറവില്ലാന്ന്. ടൈഗർ ചാൻ, ഫുർഫുറെ നഗരത്തിലെ സിംഹത്തിനെ നിനക്ക് കാണണമെന്നുണ്ടോ? എന്നാ കണ്ടോ, ഇതാണ് ഗർജിക്കുന്ന സിംഹം. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാർ ഇപ്പൊ എന്ത് പണിയാ കാണിച്ചത്? സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മോട്ടു പത്ലുവിനെ ഇയാൾ കൊടുക്കാൻ നോക്കാണ്. കമോൺ മോട്ടു, ഇവന് കാണിച്ചു കൊടുക്കണം ഫുർഫുറെ നഗരത്തിൽ ശക്തന്മാർക്ക് ഒരു കുറവുമില്ലാന്ന്. എല്ലാരും ചേർന്ന് എന്നോടൊപ്പം പ്രോത്സാഹിപ്പിക്കണം. മോട്ടു 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 മോട്ടു. മോട്ടോ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. നിനക്ക് മാർഷൽ ആർട്സിനെ കുറിച്ച് വല്ല പിടിയൊന്നും ഇല്ലല്ലോ. പത്ലു, ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ആരെങ്കിലും ഫൈറ്റ് ചെയ്യണ്ടേ? ഈ ദേശത്തിന്റെ അഭിമാനം അടിയറ വെച്ച് എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോട്ടു, ഒരു കാര്യം നീ മനസ്സിലാക്ക്, നീ ഫൈറ്റർ അല്ല. ടൈഗർ ചാനിനെ നേരിടാൻ നിന്നെ കൊണ്ടാവില്ല. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ടൈഗറിനെ അല്ല, ഡൈനോസറിനെ വരെ തോൽപ്പിക്കുന്നതായിരിക്കും.
വൈകുന്നേരം ഒന്ന് കുടിച്ചു നോക്കൂ, ഇതിന് നല്ല സ്വാദുണ്ടാവും. നല്ല രസമുണ്ട്. മുത്തച്ഛ, നിങ്ങളും കുടിക്കൂ. സാറേ ഞങ്ങള് ഫുർഫുറി നഗറിൽ നിന്നാ വരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് സേവനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ട്. ഓ, നീയൊക്കെ ജോലി ചെയ്യാൻ വന്നതാണോ? ജോലി ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു. വാ, അതോട്ട് വാ, പെട്ടെന്ന് വാ, ഞാൻ പറഞ്ഞുതരാം. വാ വാ. ഓ, എന്നതാ ഇംഗ്ലീഷ് പറയണേ? മാസ്റ്റർ മാസ്റ്റർ, ഇവന്മാരോട് പറ മാസ്റ്റർ. ഇതാണ് കിച്ചൺ. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാം. എപ്പോഴെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയാതെ? ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ പണി തുടങ്ങിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പോയി ഭക്ഷണം ഉണ്ടാക്ക്. ഞാനും ഗസീട്ടറാമും കൂടി ഗാർഡനിൽ പോയി ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം. അല്ലേടോ? മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. യെസ്, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ. ഞാൻ മുളകരിച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ അതിനൊരു എക്സ്പേർട്ട് ആണ്. ആട്ട എവിടെയാ? മുക്രിച്ചേട്ടാ, ആട്ടയുടെ ഡപ്പ എവിടെയാ? സോറി. നീ എന്തായി ചെയ്ത്? അയ്യോ, ചൂടുള്ളായിരുന്നു അമ്മേ. ആരാടെ ഇവിടെ ചൂടുള്ള കൊണ്ട് വെച്ചേ? മാസ്റ്റർ ജി, ആദ്യമായിട്ടാ സൂപ്പ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് സൂപ്പ് ഉണ്ടാക്കി തരാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ തന്നെ വെച്ചിട്ടുള്ളത് എനിക്ക് ആഹാരം പാചകം ചെയ്തു തരാനല്ല. അതിനിവിടെ വേറെ വേലക്കാരുണ്ട്. ഞാൻ നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഞാൻ എന്റെ ടിമിനെ ഇതുവരെ ഇത്രയും സന്തോഷവാനായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും ചിരിച്ചു കളിച്ച് നടക്കുന്നതും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ ഒരുപാട് ചിരിക്കാൻ തുടങ്ങിയത്. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയേ ഉള്ളൂ. അവനെ എപ്പോഴും സന്തോഷവാനായി ഇരുത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ മുക്രി നോക്കിക്കൊള്ളും. താങ്ക് യു മാസ്റ്റർ ഹിം നരേഷ്, താങ്ക് യു. അതുപോലെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് നിങ്ങളടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ട്. നിങ്ങളത് എനിക്ക് പഠിപ്പിച്ചു തന്ന വളരെ ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ആരെയും പഠിപ്പിക്കാറില്ല. മാർഷൽ ആർട്സ് ട്രെയിനിങ് ഞാൻ എന്നേ നിർത്തി കഴിഞ്ഞു. എന്റെ പത്തില് വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിച്ച് പറ. ഈ മാസ്റ്റർ ഹിം നരേഷിനെ എങ്ങനെ നമ്മൾ സമ്മതിപ്പിച്ചെടുക്കും? ഐഡിയ. പത്തലോ, നിന്റെ ഐഡിയ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ? 100% നടക്കും. നമ്മൾ മാസ്റ്റർ ഹിം നരേഷിനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വലയിട്ട് പിടിക്കും. ആ സമയത്ത് മോട്ട് വന്ന് ഇടിച്ച് അദ്ദേഹത്തെ രക്ഷിക്കും. അങ്ങനെ മാസ്റ്റർ ഹിം നരേഷിന് സന്തോഷമായിട്ട് മോട്ടുവിനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റും.
പക്ഷെ ഈ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ മാസ്റ്റർ ഹിംനരേഷ് നമ്മൾ എല്ലാവരും ഇടിച്ച് ചമ്മന്തിയാക്കി എല്ലാവർക്കും വിളമ്പും. ഞങ്ങൾ വളരെ അപകടകാരികളായ കുറ്റവാളികളാണ് ചങ്കേ. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അയ്യോ എന്റെ അമ്മേ. ഹേയ്, നിർത്തൂ. മാസ്റ്റർ ഹിംനരേഷിന് വെറുതെ വിടൂ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പൊളിച്ചെടുത്തല്ലോ മാസ്റ്റർ ജി. സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്റെ പൊന്നു മാസ്റ്ററെ, സോറി, വെരി സോറി. ഇനി ഞങ്ങളെ തല്ലരുത് മാസ്റ്റർ. ഇതൊക്കെ മോട്ട് കാരണമാണ് സംഭവിച്ചത് സാറേ. ഞങ്ങള് ഗുണ്ടകളൊന്നും അല്ല, ഞങ്ങള് പാവങ്ങളാ സാറേ, പാവങ്ങള്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? സോറി സാർ, സോറി. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഗുണ്ടകളെടുത്തുനിന്ന് രക്ഷിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമെന്നായിരുന്നു. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തെറ്റായ മാർഗങ്ങളല്ല സ്വീകരിക്കേണ്ടത്. നിനക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റില്ല. നിന്റെ ശരീരം നോക്ക്. നിനക്ക് ഈ കുടവയറും വെച്ച് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും? ഈ വയറോ? ഈ വയറ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കാണിച്ചു തരാന്നേ. എങ്കിൽ ശരി, നിനക്ക് കുടവയർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരാം. മോട്ടു, ഈ വയറിതെങ്ങനെ കുറയ്ക്കാനാ? എന്റെ ആഗ്രഹം മുത്തച്ഛൻ നിങ്ങളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്നാ. അത് പിന്നെ പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തെ. ടിം ടിം.
ഈ ഫോർമുല വർക്കൗട്ട് ആവുന്ന തോന്നുന്നത്. ഇന്ന് ഇതിട്ടോ. നിനക്ക് വല്ലാത്ത വാശിയാണല്ലോ. പക്ഷെ ഇതിലൊന്നും ഞാൻ സന്തോഷിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോവുകയാണെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.